വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മഞ്ഞ് പോലെയുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. വളരെ ഈസിയാണ്, ഒരുപാട് ചേരുവകളൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ ചൈനാഗ്രാസും വേണ്ട, ജലാറ്റിന് വേണ്ട, ഒന്നും വേണ്ട. ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു പുഡിങ് ചെയ്യുന്നത്. 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, 250 ml. അതിലേക്ക് ഞാൻ ഒരു 1/3 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പുഡിങ് സെറ്റ് ആവാൻ ആവശ്യമായിട്ടുള്ള കോൺഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കുമിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു വയർ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ മിക്സായി കിട്ടും. അതിനുശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. 5 മിനിറ്റ് പോലും വേണ്ട, ഈസി ആയിട്ട് തന്നെ ഇത് നിങ്ങൾക്ക് കുറുകി കിട്ടും. നമ്മൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുറുക്കുണ്ടാക്കി കൊടുക്കൂലേ, ആ ഒരു പാകമായി കഴിഞ്ഞാൽ, ആ ഒരു തിക്നെസ് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇതുപോലത്തെ 3 ട്രയാങ്കിൾ ചീസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ക്രീം ചീസാണ്. ഇതുപോലത്തെ 3 ട്രയാങ്കിൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ചീസ് മെൽറ്റായി, അതുപോലെ തന്നെ ചീസിലെ കട്ടയൊക്കെ പോയിട്ട് ഇതിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ചീസ് ഇടുന്നത്. അപ്പോൾ ഈ ചീസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ആ ക്രീം ചീസിൻ്റെ ഫ്ലേവർ നമ്മുടെ പുഡിങ്ങിന് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചീസ് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. സെറ്റാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പാത്രത്തിൽ നിന്ന് വേറിട്ട് കിട്ടും. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബൗൾ ഇല്ലാന്നുണ്ടെങ്കിൽ, സാധാ ബൗളാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ബൗളിലേക്ക് പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ അരികുവശത്തു നിന്നൊക്കെ വിട്ട് വരും. ഒന്ന് മേലെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്, കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലൈറ്റും ഫ്ലഫി ആയിട്ടുള്ള പുഡിങ്ങാണ്. തീർച്ചയായിട്ടും ട്രൈ നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.